ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് ഓഫ് ശിവസിദ്ധി. ഞാൻ ശിവ അവിടെ സിദ്ധി ഗൈസ്. ഞാൻ വീണ്ടും കേരള ബസ് സിമുലേറ്ററാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അതും നമ്മുടെ സ്വന്തം PC-യിൽ ഗൈസ്. ഞാൻ ഡൗൺലോഡ് പ്ലെയർ വെഹിക്കിൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്നാ എനിക്ക് പറയാൻ കിട്ടുന്നില്ലല്ലോ. എന്നാ വായിക്കാൻ പഠിച്ചു ഗൈസ്. ഇത് ഞാൻ വന്നിട്ട് പറയും, ഇല്ലെങ്കിൽ ഭയങ്കര പാടാ. അതുകൊണ്ട് ലോഡിങ് മാനേജർ ഇൻസ്റ്റാളിങ് മേക്ക്. ഓക്കെ ഗൈസ്, ഞാൻ ഇത് വന്നിട്ട് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, വന്നിട്ട് ഗൂഗിൾ പ്ലേ ഗസ്റ്റ് ചൂസ് ലോഗിൻ ഓപ്ഷൻ. ഞാൻ ഗസ്റ്റ് മോഡ് സെലക്ട് ചെയ്യാല്ലേ, അപ്പം നമുക്ക് തന്നെ കളിക്കാം. ഗൈസ് ഓക്കെ, ലോഡിങ് സ്കിൻ ഒറിജിൻ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഉള്ള കാര്യം പറയാം ഗൈസ്. കാരണം അതിൽ പലരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യില്ല, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പം നിങ്ങൾ ഇന്ന് ഒരു ലൈക്കെങ്കിലും മതി, ഇല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സ്. എനിക്ക് ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല ഗൈസ്. ഇതിന് സേവ് ബഫർ എക്സിറ്റ് ദ ഗെയിം യൂസ് ദ സേവ് ബട്ടൺ ഇൻ മെയിൻ. അതൊന്നും വായിക്കണ ഗൈസ്. നമുക്കൊക്കെ എന്ത് ഇതാണ് ഗൈസ് നമ്മുടെ ബസ്. നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കി. BSK ഗൈസ്. BSK ബസ്, നമ്മുടെ സ്വന്തം BSK ബസ്. സെലക്ട് ദ മാപ്പ്. നമുക്ക് ന്യൂ ഗെയിം നോക്കാം ഗൈസ്. ന്യൂ ഗെയിം നോക്കട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട് വെച്ച് ഗൈസ്. റിമെമ്പർ ടു ആൻഡ് ബ്രേക്ക് ഗെറ്റ് റെഡി ഫോർ എ. നമുക്ക് ഗൈസ് വീണ്ടും പരസ്യം വന്നു ഗൈസ്. പിന്നെ ഒച്ച കൂട്ടി വെച്ചിട്ടും ഒച്ചയില്ലല്ലോ. അങ്ങനെ ഞാൻ പറയുന്ന ചിലപ്പോൾ ഞാൻ പറയുന്ന ഒച്ച ഇല്ലായിരിക്കില്ലേ ഈ വീഡിയോയിൽ. ഈ ഫുട്ബോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. കളിലെ ഒച്ച കൂട്ടി വെച്ചിട്ട് വന്നില്ല. ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ആണോണ്ടല്ലോ. പിന്നെ ഗൈസ് വന്ന് എന്താ മാപ്പൊക്കെ നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഗൈസ്. ഇവിടെ ബോണറ്റ് ഗെയിം ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കും ബോണറ്റ് എല്ലാത്തിലും ഉണ്ടെന്ന് ഗൈസ്. അല്ല ഗൈസ്, ചില ഗെയിമിൽ ഇന്തോനേഷ്യയുടെ ബസ്സല്ലേ, ഇപ്പം ഗിയറിൽ മാത്രമേ ഉള്ളായിരിക്കുള്ളൂ, ബോണറ്റില്ല. ബോണറ്റ് ഏറ്റവും പുറകിലായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ബോണറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. ഞാൻ ഓടിക്കാം. നമ്മൾ ഡിപ്പോയിൽ നിന്ന് ബസ് എടുക്കുക ഗൈസ്. അടുത്ത ഡിപ്പോയിൽ നിന്ന് നമ്മൾ വേറൊരു ഡിപ്പോയിൽ പ്രവേശിക്കുന്നത്. പ്ലീസ് സ്റ്റാർട്ട് ദ എൻജിൻ. സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി 1 ഗൈസ്. 1 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഗൈസ്. പെട്രോളൊക്കെ ഫുള്ളാക്കുക. ഞാൻ സർവീസ് സെൻറ്ററിൽ പോയൊക്കെ സർവീസ് ചെയ്തിട്ട് പെട്രോളൊക്കെ അടിച്ച ഗൈസ് ഡിപ്പോ കയറ്റിയത്. ഇതാ ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ലുക്ക്. നമ്മുടെ ഗ്യാരേജിൻ്റെ മുകളിൽ എന്താ വെച്ചിരിക്കുന്നത്? ഗൈസ് അതിൻ്റെ പേരിന് ഇരുമ്പ് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചേക്കുക. ഒച്ച കൂട്ടിയിട്ട് വന്നിട്ടില്ലല്ലോ. ഷോ ഇതെങ്ങനെ അച്ഛൻ എന്നെ കൂടെ കൂടെ ഞാൻ വല്ലതും പറ്റിച്ചതാണ്. എന്നെ അല്ലാണ്ടിരിക്കാൻ മതി ഗൈസ്. ഇപ്പം ഞാൻ രാത്രിയിൽ ഇപ്പോൾ 12 ആവും, അതുപോലത്തെ ഒരു മണിയാണ്. സ്പീഡ് ഇപ്പോൾ 20. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, അപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗൈസ്. അതിലൊരു ഓയിൽ വണ്ടി കിടക്കുന്നുണ്ട്. എന്നാ BSK ഓയിലാണ്. നിങ്ങൾ നോക്ക് സൂക്ഷ്മതയായിട്ട്. അതെ, ഞാൻ വണ്ടി പതിയെ എടുത്തിട്ടുണ്ട്. കാരണം ഈ റോഡിൽ കൂടെ വന്ന വണ്ടി നമ്മൾ എപ്പോഴും ഇടിക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. ക്രോസ് ചെയ്യാൻ നേരത്ത് നിങ്ങളങ്ങനെ നോക്കണം ഗൈസ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വെച്ചോ. ചിലപ്പോൾ ആവശ്യം വരും.
ഗൈസ് ഞാൻ പറപ്പിച്ചാ വിടുന്നത്, അതുപോലത്തെ പറപ്പിക്കല പറപ്പിക്കതേ ഇപ്പം ഇടിച്ചേനെ. എൻ്റെ ഭാഗ്യത്തിന് ഇതേ പർപ്പിൾ ബ്ലസ് നമ്മുടെ ചതിക്കല്ലേ, ഒരു കാരണവശാലേ ഞാൻ ഇങ്ങനെ വന്നത്. ഇടിച്ചാൽ പിന്നെ ഒന്നും കിട്ടില്ല, അതാ പറഞ്ഞ ഗൈസ്. ട്രാവലറിൽ രണ്ട് ഇടിച്ച്. ആ ട്രാവലക്കാരന് പേടിയായെന്ന് തോന്നുന്നു, എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയെന്ന് തോന്നുന്നു ആള്. അങ്ങനെ പേടിക്കില്ലായിരുന്നു, കാരണം വൈബല്ലേ കേസ്, ടൂറിസ്റ്റ് ബസ് പോലെ ട്രാവലർ. ചില ട്രാവലൊക്കെ സ്കൂളിനായിരിക്കും, ചില ട്രാവലുകളൊക്കെ ടൂറിനായിരിക്കും, അതോ കല്യാണത്തിനായിരിക്കും ഗൈസ്. ഓ ഗൈസ് ഇത് ഇനി പിന്നെ മറന്നു ഗൈസ്, മറന്നല്ല, അത് കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല, ഗെയിമല്ലേ ക്ലിയർ അല്ല അത്ര. കുറേ വണ്ടി ഇവിടെ ട്രെയിൻ പോലെ കിടക്കുന്നുണ്ട്, നമ്മൾ മാത്രമേ രക്ഷപ്പെട്ടു ഗൈസ് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ. ഓ അതൊരു ഭാഗ്യം. ഇത്രയും ഗതികെട്ടവൻ്റെ ഇത്രയും ഗതികെട്ടവൻ്റെ ലോകത്ത് വേറെ എന്തെങ്കിലും എന്താ കർത്താവ് ഗൈസ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് പെട്ടുപോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. എന്തോ വന്നേക്കുന്നത് പിന്നെ ഗൈസ്, ഞാനില്ലേ മായ്ക്കാൻ ഹാളാക്കാം, അപ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഷിഷി ഗൈസ്, ഇനി നമുക്ക് പ്രൈവസിയോടെ കളിക്കാനുണ്ട് ഗൈസ്. മുമ്പിൽ പെട്രോൾ ടാങ്ക് ഉണ്ട്, തീരുമ്പോൾ അടിക്കാമല്ല. തീരുമ്പോൾ എങ്ങനെ അടിക്കുന്നത്, മുമ്പിൽ പെട്രോൾ ഉണ്ടായാലും അടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മൂഞ്ചും ഗൈസ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയ അവസ്ഥയാകും ഗൈസ്. അതാ പറഞ്ഞത് ഗൈസ്. എനിക്ക് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല ഗൈസ്. അത് അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അതുപോലത്തെ അവസ്ഥ എൻ്റെ സ്റ്റിയറിങ്ങിന് പറ്റിപ്പോയത് ഗൈസ്. ഇത് പുറകിലോട്ട് എടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്? ഓ ഇതൊക്കെ എന്താ ഗൈസ്? എനേബിൾ ഹാൻഡ് ബ്രേക്ക് ഫോർ യൂസിങ് ദ അട്രാക്ഷൻ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. വായിക്കാൻ പഠിച്ചാലും പക്ഷെ അത്ര നല്ല വായിക്കാനല്ല. പെട്രോളിൽ തരി കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറഞ്ഞില്ല, ഒരു അത്യാവശ്യം പറയാൻ കുറഞ്ഞില്ല ഗൈസ്. ഞാൻ ചുമ്മാ നിങ്ങളെ പറ്റിച്ചത്. റോഡിലോട്ട് ഞാൻ കയറ്റി ഗൈസ്. ഓക്കെ ഇതിന് അത് തന്നെ ഗൈസ്. നമ്മൾ റോഡിലോട്ട് ഫുൾ ഇറക്കി കളഞ്ഞ് ഗൈസ്. എനിക്ക് ഉറക്കം വന്നെ ഗൈസ്, വൈൻഡപ്പ് ചെയ്യണം. വേണ്ട, നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കാൻ പറ്റില്ലെങ്കിൽ അത് ബോറായിപ്പോവും ഗൈസ്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ സൈക്കിളൊക്കെ എന്ത് ചെയ്യുന്നു, അത് ഗൈസ് പുറത്തുണ്ട്. ഷെഡ് അടിച്ചപ്പം എന്നാന്നറിയുക, ഷെഡ് അടിച്ചിട്ട് സുഖമില്ല ഗൈസ്, ഈ തണ്ണല്ലേ. അപ്പോൾ കുറച്ച് വെയിൽ കറയുന്ന പോലെ അഴിച്ചതായിരുന്നു ഗൈസ്. പെട്ടുപോയ അവസ്ഥയായി, കാരണം എൻ്റെ സൈക്കിളിൽ വെയിലും എല്ലാം അടിച്ച് എന്തൊക്കെയോ വരുവായി. ഇപ്പം അങ്ങനെ ഇടുന്നില്ല വീഡിയോ, കാരണം മഴ പെയ്തൊക്കെ എൻ്റെ ചെരുപ്പിൽ വെള്ളം വീണ് കിടക്കും. എന്നെ ഇറങ്ങിയാൽ എനിക്ക് എൻ്റെ കാലിൽ വെള്ളം പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ചെരുപ്പിടാണ്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം ഗൈസ് സൈക്കിളിൻ്റെ. അപ്പം നമുക്ക് നേരെ ഡിപ്പോയിലോട്ട് പോകാം ഗൈസ്. ഇപ്പം ട്രാവലർക്കാരെ തന്നെ ഇടിക്കല്ല, ഞാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ ഗിയർ തപ്പി തന്നെ. എനിക്ക് ഫസ്റ്റ് ഗിയറൊക്കെ ഏതാണ്, ഇതിൽ നമ്പർ പോലും എഴുതിയിട്ട്, ഈ ഗിയറിൽ നമ്പർ പോലും എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഗെയിമിലല്ലാതെ ഗെയിം റൂമിൽ ഗിയർ ഉണ്ടാക്കി നമ്മുടെ സ്റ്റിയറിംഗ് വീലായിട്ടാണ് ഗൈസ് ഞാൻ കാണിക്കുന്നത്. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല ഗൈസ്, കാരണം ഇത് തുടങ്ങുന്ന മുമ്പ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോഴും അത് ഒരു കുഴപ്പമില്ല ഗൈസ്. അതുകൊണ്ട് ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നന്ദിയുണ്ട്. മറ്റേ അരിയൊക്കെ മേടിക്കുമ്പോൾ അതിൽ കേക്കില്ലേ, നന്ദിയുണ്ട്. അതുപോലെയാ നീ തന്നെ ആകുമപ്പാ ബാക്ക് ചെയ്യാം. ഇതേ ഗൈസ് ഓർഡർ പോയി അടിച്ച് ഗൈസ്. ഇതെങ്ങനെ റിവേഴ്സ് ഇതാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ച്. ഇനി നമ്പർ പോലെ എഴുതിയിട്ടില്ലേ ഗിയറിൽ, അതുകൊണ്ട് അതിൻ്റെ പിന്നെ പങ്കാരോ
പങ്കായ അല്ലേ ഗൈസ്. ഇവിടെ കണ്ണാടി വെള്ളമൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഫ്രണ്ട് വ്യൂ ആക്കാം ഗൈസ്. എന്താ പൺകാനസ് എന്ത് വണ്ടി പോയി, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ വണ്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കാണുന്നതല്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. കാരണം അതുപോലത്തെ അവസ്ഥയാണ് ഗൈസ് എനിക്ക് പറ്റിപ്പോയത്. നിങ്ങൾക്ക് ഉറക്കം വേണ്ട കമൻറ്റ്, മറ്റേ ഉറക്കത്തിൻ്റെ ഇത് കമൻറ്റ് ഗൈസ്. എന്നാലും എനിക്ക് കുറച്ച് ഉറക്കം വരുള്ളൂ. എന്തൊരു പൊട്ടത്തരല്ലേ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൊട്ടത്തരാണ് ഓർക്കുന്നത്. ഞാനും അതൊക്കെയാണ് ഓർക്കുന്നത്. നിങ്ങളോ? എനിക്കിപ്പോൾ എൻ്റെ ഉറക്കം വന്നിട്ട് എന്തൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് പോലും അറിയില്ല കേസ്. മൈൻഡ് പോകുന്ന പോലെയാണ്. എവിടെയൊക്കെ പിടിച്ച് ഞെക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബ് ഇടുമെന്ന് ആർക്കറിയാം. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ വരും, ഫേസ്ബുക്കിൽ ഇടും. ചിലപ്പോൾ യൂട്യൂബിന് പകരം ഫേസ്ബുക്കിൽ ഇടും. ചിലപ്പോൾ ഫേസ്ബുക്കിന് പകരം ഇൻസ്റ്റഗ്രാമിലിടും ഗൈസ്. ഇൻസ്റ്റഗ്രാമിന് പകരം വാട്സാപ്പിലിടും. എൻ്റെ അതുപോലെ ബോധം പോയിരിക്കുമോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഉറക്കിപ്പിച്ച് ആരും വീടോടില്ല എന്ന് പറഞ്ഞാൽ രാത്രി ആരും ഇങ്ങനെ വീടും. കാരണം ഞാൻ രാത്രി ആരും യൂട്യൂബ് ഉപയോഗിക്കുന്നില്ല, ഞാൻ മാത്രം ഉപയോഗിക്കുന്നില്ല ഗൈസ്. ഞാനേ രാത്രി 12 മണിക്ക് എന്തോ എടുക്കുന്നത്. കാരണം കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യണില്ലേ, അതുകൊണ്ടാണ് ഗൈസ്. അങ്ങോട്ടാണോ പോകണ്ടേ? ഇങ്ങോട്ടാണ്. അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ. ഈ ബസ്സിൻ്റെ പേരിന് യെല്ലോ എഡിറ്റിങ് എന്തോ ഒരു പേര് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാവില്ല ഗൈസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏത് റൂട്ടാന്ന് നോക്കട്ടെ. ഗൈസ് മറന്നുപോയല്ലോ. ഇതിൻ്റെ പേരിന് കോഴിക്കോടാന്ന് തോന്നുന്നു നമ്മളിപ്പോൾ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അത്യാവശ്യം ഡിപ്പോയിൽ എത്താറായി, പക്ഷേ കാണുന്നില്ല. ഇതിൻ്റെ പാർട്ട് 1 വേണോ? നിങ്ങൾ കമൻറ്റ് ഗൈസ്. എനിക്കറിയാം ആരും കമൻറ്റ് ചെയ്യില്ലെന്ന്. എന്നെ വണ്ടി ഇടിച്ച്. എനിക്കറിയാം ആരും കമൻറ്റ് ചെയ്യില്ലെന്ന്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ കമൻറ്റ് ചെയ്യില്ലെന്ന്. കാരണം എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇല്ല, 0 കിടക്കുന്നത്. അതുപോലത്തെ അവസ്ഥ കേസ് എനിക്ക് പറ്റി. കാരണം ഞാനൊരു ഊളായ കൊണ്ടാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലായിരിക്കും, അങ്ങനെ വരാം. അത് 400 എന്തോ സബ്സ്ക്രൈബർ ഉണ്ട് കേസ്. 400 പോടാ വിടുന്നു. എന്നാൽ ഇപ്പോൾ ലൈവ് ചെയ്യാൻ പറ്റിയേനെ. ഗേസ് ഞാൻ 50 സബ്സ്ക്രൈബ് അടിച്ചാൽ ഞാൻ ലൈവ് ഇടാം കേസ്. മുഖം കാണിക്കില്ല, പുറം മാത്രം, മുഖം കാണിക്കില്ല കേസ് ഞാനിങ്ങനെ. കാരണം അങ്ങനെയാണ് കേസ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് പറയാൻ പറ്റാത്തത്. അയ്യോ കേസ് നല്ല അതുപോലത്തെ പറപ്പിച്ചാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ പിന്നെ സ്ക്രീനിൻ്റെ ഇടയിലൊരു ബ്ലാക്ക് ഒന്നും കണ്ടില്ല. നിങ്ങളുടെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പമാണ് കേസ്. വീടിടാൻ നേരത്ത് ഫുൾ വീടിടാന്ന് വിചാരിച്ചിരുത്തായിരുന്നു. സ്ക്രീൻഷോട്ട് കയറി കുറേ എഡിറ്റ് ചെയ്യുന്ന എഴുതിയപ്പം അത് അങ്ങനത്തെ സ്ക്രീനായി പോയി കേസ്. അബദ്ധം പറ്റിപ്പോയത് ഗൈസ്. ഒന്ന് ക്ഷമിക്കുക ഗൈസ്. ഓക്കെ. ഏതൊരു ആ പർപ്പിൾ ബസ് പിന്നെ നമ്മളെ എടുപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഗൈസ്. നമ്മൾ അങ്ങനെയൊന്നും ഇടിക്കില്ല ഗൈസ്. കാരണം ഐ ആം പ്രോ. ഞാൻ അത്രയും പ്രോയാ ഗൈസ്. ഞാൻ ഇടിച്ചാലും അതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇതേ പോയി ഇടിച്ചേക്കുന്നു ഗൈസ്. എനിക്ക് ഉറക്കം വന്നു ഗൈസ്. വൈൻഡപ്പ് ചെയ്യണം. ചെയ്യാം അല്ലേ? പതുക്കെ ചെയ്യാം. കുറച്ച് സംസാരിച്ചിട്ട് പറയാമല്ലോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യണം നിങ്ങൾ. എനിക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നവർക്ക് സങ്കടം വരും ഗൈസ്. എനിക്ക് ലൈക്ക് ചെയ്തല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറക്കപ്പിച്ചിൽ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. ഇല്ല ഗൈസ് പറയാൻ പറ്റില്ല. കുറച്ചും കൂടെ ഓടിക്കട്ടെ. കാരണം ഞാൻ
ഡിപ്പോയുടെ പകുതി വരെ എത്തണം ഗൈസ്. പകുതി വരെ എത്തിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുള്ളൂ. കാരണം അടുത്ത വീഡിയോ എനിക്ക് പെട്ടെന്ന് ഡിപ്പോ എത്താനുള്ള കാരണം എൻ്റെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പെട്ടെന്ന് അത്ര ഗൈസ് വൈൻഡപ്പ് ചെയ്തതല്ല. അത്യാവശ്യം അടുത്തെത്താറായി. അങ്ങനെ പതുക്കെ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം എനിക്ക് ഗൈസ്. വൈൻഡപ്പ് ചെയ്യാൻ പറ്റേ ഓരോ സ്ഥലത്ത് വണ്ടി ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഇല്ലെങ്കിലില്ലേ നടു റോഡിൽ കിടന്ന് വണ്ടി വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ പൂപ്പൽ പിടിച്ച് വരും ഗൈസ്. അതാ പറഞ്ഞ്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കണ്ടുപിടിക്കതേ മാപ്പും പിന്നെയും വന്നേക്കുന്നത് പോപ്പ്. ചേടാ ഇനി ഞാനെങ്ങനെ റിവേഴ്സ് ഗിയർ കണ്ടുപിടിക്കും? എങ്ങനെയൊക്കെ ഞാൻ എന്നും കണ്ടുപിടിച്ച ഗൈസ്? ഞാനേ റിവേഴ്സ് ഗിയർ കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. ഒരു മിനിറ്റ്. റിവേഴ്സ് ഗിയർ ഇതാണോ? അല്ല ഗൈസ്, ഇതല്ല. ഇതാണ്. ഇതല്ല, ഇതൊന്നും അല്ല ഗൈസ്. ഞാനിപ്പോൾ വരാം ഗൈസ്. ഞാൻ റിവേഴ്സ് ഗിയർ കണ്ടുപിടിച്ചതാണ്ടേ റോഡിൽ ഇപ്പോൾ ഇറക്കുന്നേ. അയ്യോ ഇടിക്കല്ലേ. അയ്യോ എനിക്ക് ഉറക്കം വന്നു ഗൈസ്. എനിക്ക് ഉറക്കം വന്ന് അത്യാവശ്യം അടുത്തെത്താറിയാം. നമുക്ക് അടുത്തെത്താറാകുമ്പം കട്ട് ചെയ്യാം ഗൈസ്. കാരണം അടുത്ത വീഡിയോ എനിക്ക് എന്നാ ഒരു ഡിപ്പോ എത്തിപ്പിക്കാനുള്ളത് കേസ്. ഞാനിപ്പോൾ മറ്റേ പഴയ വൈറ്റ് സോസ് യൂസ് ചെയ്യില്ല. നിങ്ങൾ പുതിയ വൈറ്റ് സോസ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ വീഡിയോ കിട്ടില്ല. കാരണം ആ വൈപ്സ് ഓഫ് ശിവസിദ്ധിക്ക് സ്റ്റോറേജ് ഇല്ല കേസ്. എന്ന് പറഞ്ഞാൽ നിങ്ങളത് എടുക്കാണ്ടിരിക്കില്ലേ? ഷോർട്സൊക്കെ ഇടാൻ സ്റ്റോറേജ് ഉണ്ട് ഗൈസ്. അതാ ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഞാൻ ശരിക്കും ഒരു അത്യാവശ്യമുള്ള കാര്യം ഗൈസ്. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്തിരിക്കണം ഗൈസ്. ഗൈസ് ഇത് അടുത്തെത്തറായില്ലല്ലോ. ഇത് എത്ര മരുഭൂമി പോലെയല്ലോ. ഇത് എത്ര ഓടിയിട്ടും തീരുന്നില്ല. വണ്ടിക്കാരനും അടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കണം കേസ്. ഒരു വഴി കണ്ടുപിടിക്കാനല്ലോ ഒതുക്കി വെക്കാൻ. മഴ പിടിച്ചില്ല നമ്മുടെ വണ്ടിക്ക്. ഇപ്പം അതുമാത്രമല്ല ഹൈവേ ഇടിച്ചോ. അതേ ട്രാവലർ നമ്മളെപ്പോഴും ട്രാവലറിൻ്റെ കേസ് എനിക്ക് ഉറപ്പിച്ച് അതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. ഗൈസ് ഇവിടെ ഇതില്ല ഗൈസ് എൻട്രി. അപ്പം പുതിയ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.